പെരുന്നുണകളുടെ മഹാരാജാവ്, ദി കിങ് ലയൺ. പക്ഷെ ആ ഡ്രോമയില് ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ പറയാണ്ട് പറഞ്ഞിരിക്കുന്നത് രേണു ചേച്ചിനെ കുറിച്ചിട്ടല്ലേ? ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ. കാരണം പിന്നീട് ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി എനിക്ക് സ്നേഹം എവിടുന്നും കിട്ടിയിട്ടില്ല, അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. അവിടെ ഞാൻ പോയി വന്ന് നിൽക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പോലും എന്നോട് ആരും അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടില്ല. ഒരു സത്യം മാത്രം. അമ്മ എന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് രേണു സുധി എന്നിട്ട് ഒരു സ്മൈൽ, ഒരു ചിരി. ആ ചിരിയിലുണ്ട് എല്ലാം. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ കാരണം ആരെ കുറിച്ചാണ് ഇത് വ്യക്തമായിട്ട് എനിക്ക് ഒരു എൻ്റെ ഒരു ഐഡിയയിൽ ഇത് വ്യക്തമായിട്ട് ആരോ പിന്നീന്ന് ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ച ഒരു കാര്യമാണ്. ആരായത് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. പട്ടി ആണോ? അതായത് പക്ഷെ ഋതപ്പൻ ഒരു കാര്യം മനസ്സിലാക്കണ്ടായിരുന്നു, ഈ ഫോഴ്സ്ഫുള്ളി എന്താണ് കിച്ചു പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ഒരു കാര്യം മനസ്സിലാക്കണ്ടായിരുന്നു, ഋതപ്പൻ കിച്ചുവിന്റെ സ്വന്തം സുഹൃത്താണ്. നിങ്ങൾ അച്ഛൻ ഒന്നാണ്, അമ്മ വേറെ വേറെ ആയാലും അച്ഛൻ ഒന്നാണ്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? കൗതുക ലേശം കൂടുതലാണ്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. നിങ്ങൾ സ്വന്തം സഹോദരങ്ങൾ തന്നെയാണ്. ഋതപ്പന്റെ അമ്മനെ കുറിച്ചാണ് കിച്ചു പറഞ്ഞത്, അതായത് സ്വന്തം അമ്മ തന്നെ. കാരണം ഫ്ലാഷ് ബാക്ക്. എൻ്റെ മോൻ അത് എന്ന് ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. അവൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെ പറയണം നിങ്ങളുടെ മുമ്പിൽ. ഞാൻ മരിച്ചാലടക്കം പറയരുതെന്ന് എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മയ്യത്ത് മോറ് നോക്കാൻ വരരുത്. ഇപ്പം ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ഇതാണും പെണ്ണും കെട്ടാനല്ലേ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. നന്നായിട്ടുണ്ട്. അമ്മയുടെ സ്ഥാനം ഒരു 11ാമത്തെ വയസ്സിൽ കുട്ടീനെ കിട്ടുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ആ അത്രയും ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചേച്ചിന്റെ ഒരു മൈൻഡ് എങ്ങനെയാന്നുള്ളത്. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. തറവാട്ടുകാരി ആയിട്ട് അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. ആ ഒരു മൈൻഡ് വെച്ചിട്ട് ഒരു ആ വയസ്സ് വരെ ഈ കുട്ടീനെ തനിക്ക് കഴിയുന്ന രീതിയിൽ നോക്കിയിട്ടുണ്ട് ചേച്ചി. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. എന്തോ ആർക്കും എന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ ഒരു അട്ടായി പോയിരുന്നു. അങ്ങനെ സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ഫ്രണ്ട്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. പലപ്പോഴായിട്ട് രേണു ചേച്ചി ഞാനും ഒക്കെ ഒരുമിച്ച് കരീഷ്മയുടെ വീട്ടില് ഉണ്ടാവുന്ന സമയത്ത് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ ഋതപ്പൻ വിളിക്കാറുണ്ട്. വളരെ നല്ല രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. സോറി, കിച്ചു വിളിക്കാറുണ്ട്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ മോനെ. അവർ വളരെ നല്ല രീതിയിൽ സംസാരിക്കാറുള്ളത്. അത് കൂടാണ്ട് കിച്ചുവിന് ക്യാഷ് വേണമെന്ന് പറയുമ്പോൾ ക്യാഷ് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഞങ്ങളും പറയും, ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ ക്യാഷ് ഇട്ട് കൊടുക്കുന്നത് കുട്ടികൾ വഴി തെറ്റുട്ടോ എന്നൊക്കെ ഞങ്ങളും പറയാറുണ്ട് കേട്ടോ. ഇങ്ങനെ ക്യാഷ് മാത്രം കൊടുത്തതിന് കുട്ടികളെ ഇല്ല, അവൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവൻ ഇതാണ്, ഓക്കെയാണ്, അവൻ സ്വന്തം കാലിൽ നിൽക്കുന്ന കുട്ടിയാണ്. അങ്ങനെ സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? അപ്പോൾ ക്യാഷ് ഇട്ട് കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പൊ കാണിക്കുന്ന ഈ 300 രൂപ 200 രൂപ 100 രൂപ എന്നല്ല, അതിനപ്പുറത്തേക്കുള്ള എമൗണ്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഞാൻ പേഴ്സണലി, ഞാൻ ആസ് എ ഫ്രണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.